ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ക്രൂശിത രൂപത്തെ നമ്മൾ പാടൻ ക്രൂസിഫിക്സ് എന്നാണ് വിളിക്കുന്നത്. സാത്താനെതിരെയുള്ള ഒരു ശക്തമായ ആയുധമാണ് ഈ പാടൻ ക്രൂസിഫിക്സ്. ഈ കുരിശുരൂപത്തോടുള്ള ഭക്തി പരിശുദ്ധ കത്തോലിക്ക സഭയിലെ ഭക്തി അഭ്യാസങ്ങളിലെ തിന്മയ്ക്കെതിരായിട്ടുള്ള അതിശക്തമായ ഒരു കൂദാശ അനുകരണമാണ്. യേശു ക്രിസ്തുവിന്റെ കാൽവരിയിലെ കുരിശുമരണത്തിലൂടെ മനുഷ്യകുലത്തിന് ലഭിച്ച ദൈവകരുണയുടെ പ്രതീകമാണിത്. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വിവരിക്കുന്ന അപരാധ വിമുക്തമാക്കപ്പെട്ട പാപങ്ങളുടെ കാലിക ശിക്ഷയിൽ നിന്നുള്ള മോചനമായ ദണ്ഡവിമോചനം ഈ കുരിശുരൂപത്തിലുള്ള ഭക്തിയിലൂടെ നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നു. പാടൻ ക്രൂസിഫിക്സിൽ എഴുതപ്പെട്ടിരിക്കുന്ന വാക്യങ്ങളുടെ വിവരണം നമുക്ക് നോക്കാം. പാടൻ ക്രൂസിഫിക്സിന്റെ മുൻഭാഗത്ത് മുകളിലായി യേസൂസ് നസ്രേനൂസ് റെക്സ് യുദിയോറും എന്ന ലത്തീൻ ഭാഷയിൽ എഴുതിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ വിവരിക്കുന്നത് പോലെ ഹീബ്രു, ലത്തീൻ, ഗ്രീക്ക് ഭാഷകളിൽ പീലാത്തോസ് ഈശോയുടെ കുരിശിന് മുകളിൽ എഴുതി വെച്ച യൂതന്മാരുടെ രാജാവായ നസ്രയൻ ഈശോ എന്നതിന്റെ ലത്തീൻ രൂപമാണ് ഇത്. ഈ കുരിശ് രൂപത്തിന്റെ പിൻഭാഗത്ത് മധ്യത്തിലായി ഈശോയുടെ തിരുഹൃദയത്തിന്റെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നു. കൂടാതെ വിശുദ്ധ കുരിശിന്റെ നെടുകയും കുറുകയുമായി 2 വാചകങ്ങൾ കൂടെ രേഖപ്പെടുത്തിയിട്ടിരിക്കുന്നു. തിരശ്ചീനമായ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന അത് ക്ഷമയുടെ പ്രാർത്ഥനയാണ്. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഫാദർ ഫോർഗീവ് ദം എന്ന കുരിശിൽ കിടന്നുകൊണ്ടുള്ള ഈശോയുടെ പ്രാർത്ഥനയാണത്. പിൻഭാഗത്ത് ലംബമായ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 1675 വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിനോട് ഈശോ പറഞ്ഞ വാക്കുകളാണ്. ഇതാ മനുഷ്യരെ അത്രമാത്രം സ്നേഹിച്ച തിരുഹൃദയം, ബിഹോൾഡ് ദിസ് ഹാർട്ട് വിച്ച് ഹാസ് സോ ലവ്ഡ് മെൻ എന്നതാണ് ആ വാക്കുകൾ. കുരിശിന്റെ പുറകിൽ ചുവട്ടിലായി പരിശുദ്ധ മറിയത്തിന്റെ പ്രതീകവുമുണ്ട്. പാടൻ ക്രൂസിഫിക്സിന്റെ ഉപയോഗിക്കുന്നതിലൂടെ ലഭിക്കുന്ന ദണ്ഡവിമോചനങ്ങളെ പറ്റി നമുക്കറിയാം. 1905 വിശുദ്ധ 10-ാം പിയൂസ് പാപ്പ ഈ കുരിശുരൂപം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ദണ്ഡവിമോചനങ്ങൾ പ്രഖ്യാപിച്ചു. 1907 ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് കൂടെ ഈ കുരിശുരൂപത്തിലൂടെ ദണ്ഡവിമോചനങ്ങൾ നേടാമെന്ന് പാപ്പ പ്രത്യേകം കൽപ്പിച്ചു. ഈ കുരിശുരൂപം ഭക്തിപൂർവം വഹിക്കുകയോ കഴുത്തിൽ ധരിക്കുകയോ ചെയ്യുന്നവർക്ക് ഭാഗിക ദണ്ഡവിമോചനം ലഭിക്കുന്നു. ഈ കുരിശിൽ ചുംബിക്കുമ്പോൾ ഓരോ തവണയും ഭാഗിക ദണ്ഡവിമോചനം ലഭിക്കുന്നു. ഈ കുരിശുരൂപത്തിന് മുൻപിൽ താഴെ കാണുന്ന പ്രാർത്ഥനകൾ ചൊല്ലുന്നവർക്ക് ഭാഗിക ദണ്ഡവിമോചനം ലഭിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ നിന്നോടും ക്ഷമിക്കണമേ. എനിക്ക് വേണ്ടി നമ്മുടെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പരിശുദ്ധ കന്യകാമറിയത്തോട് അപേക്ഷിക്കുന്നു. പൂർണ്ണ ദണ്ഡവിമോചനങ്ങൾ. ഈ കുരിശുരൂപത്തോട് നിത്യമായി ഭക്തി പുലർത്തുകയും ഇതുപയോഗിക്കുകയും ചെയ്യുന്ന ഏതൊരുവനും പൂർണ്ണ ദണ്ഡവിമോചനം നേടുന്നതിന് വേണ്ടിയുള്ള പരിശുദ്ധ കത്തോലിക്ക തിരുസഭയുടെ നിബന്ധനകൾ: പരിശുദ്ധ കുമ്പസാരം നടത്തുക, അനുദിനം അപരാധ വിമുക്തമാക്കപ്പെട്ട അവസ്ഥയിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ദിവ്യകാരുണ്യം സ്വീകരിക്കുക, പരിശുദ്ധ പിതാവിന്റെ നിയമങ്ങൾക്ക് വേണ്ടി ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയം, ഒരു ത്രിത്വ സ്തുതി ചൊല്ലുക, കൃത്യമായി പാലിച്ച് പ്രാർത്ഥിച്ചാൽ താഴെ കാണുന്ന തിരുനാളുകളിൽ പൂർണ്ണ ദണ്ഡവിമോചനം നേടാം. നമ്മുടെ കർത്താവിന്റെ പഞ്ചശതങ്ങളുടെ തിരുനാൾ, വലിയ നോമ്പിലെ 3-ാം ഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്ന വെള്ളിയാഴ്ച, വിശുദ്ധ കുരിശ് കണ്ടെടുത്ത തിരുനാൾ മെയ് 3, വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ സെപ്റ്റംബർ 14, പരിശുദ്ധ മറിയത്തിന്റെ അമലോത്ഭവ തിരുനാൾ ഡിസംബർ 8, പരിശുദ്ധ ദൈവമാതാവിന്റെ 7 വ്യാകുലങ്ങളുടെ തിരുനാൾ ഓശാന ഞായറിന് മുമ്പുള്ള വെള്ളിയാഴ്ച, മരണസമയത്ത് കൂദാശകൾ സ്വീകരിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ പശ്ചാത്തപിക്കുന്ന ഹൃദയത്തോടെ ഈ കുരിശു രൂപത്തിൽ ചുംബിക്കുകയും തന്റെ പാപങ്ങൾക്ക് ദൈവത്തോട് മാപ്പിരക്കുകയും സഹോദരങ്ങളോട് ക്ഷമിക്കുകയും ചെയ്താൽ പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നു. പാടൻ ക്രൂസിഫിക്സ് ഉപയോഗിക്കുന്നതിലൂടെ ലഭിക്കുന്ന മേൽപ്പറഞ്ഞ ദണ്ഡവിമോചനങ്ങൾ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക്, ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ദണ്ഡവിമോചനം നേടാമെന്ന് വിശുദ്ധ 10-ാം പിയൂസ് പാപ്പ കൽപ്പിച്ചു. തിന്മയ്ക്കെതിരായുള്ള അതിശക്തമായ ആയുധമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ വിശുദ്ധ കുരിശ് സ്വർഗപ്രവേശനത്തിനായുള്ള നമ്മുടെ യാത്രയിൽ നമുക്ക് വലിയ സംരക്ഷണം